ദമ്മാമിൽ നന്നായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നല്ല ഫ്രഷ് മുരിങ്ങൻ്റെ ഇല. അപ്പോൾ ഇന്നലെ ആണ് മുരിങ്ങൻ്റെ ഇല കിട്ടിയത്. ഇന്ന് തന്നെ അതൊന്ന് സൈസാക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം താളിച്ചതാണ്. പരിപ്പും മുരിങ്ങ ഇഷ്ടമാണ്, പക്ഷെ അതിലേറെ ഇഷ്ടം താളിച്ചതാണ്. ആ താളിച്ചത് കൂട്ടി കഴിച്ചിട്ട് അവസാനം അതിൻ്റെ ആ ഒരു സൂപ്പ് കിട്ടാനുണ്ട്. ആ അച്ചാറും മീൻ പൊരിച്ചതും ഒക്കെ കൂടി കൂട്ടി അതിൻ്റെയൊക്കെ ആ ഒരു സത്ത് ഏറ്റവും അവസാനം ചോറുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നീര് കിട്ടാനുണ്ട്. അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പില്ലാത്ത മത്തിയാണ് അപ്പോൾ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആകെ ഒരു 4 മത്തിയുള്ളൂ, ചെറുനാരങ്ങ നീര്, മസാല റെഡി. 4 മത്തി മസാലക്ക് റെഡിയായി. ചോറ് വേവാവണം. അപ്പോഴേക്കും ഉപ്പേരിയും സെറ്റാക്കാം അല്ലേ? ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 2 കോഴിമുട്ടയുടെ വെള്ള ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കഴിഞ്ഞു. മുരിങ്ങ റെഡിയായി. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഒന്ന് തൂമിക്കുക. ഇത് മൂത്ത് കളറ് മാറൊന്നും വേണ്ട കേട്ടോ. കറിവേപ്പില, 2 പച്ചമുളക്. ഇനി നമുക്ക് മുരിങ്ങയും ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇനി കഞ്ഞിവെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. എനിക്കിതിൻ്റെ വെള്ളം കുടിക്കാനാട്ടോ ഞാൻ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവും മുരിങ്ങ. സംഭവം സെറ്റായി. ഇത് മതി. ഇനി നമ്മളെ മീൻ പൊരിക്കണം. നേരത്തെ മസാല കൂട്ടി വെച്ചാലേ ചൂട. ഇതിലേക്ക് ഏറ്റവും രസമുള്ള വേറൊരു സാധനമാണ് നമ്മളെ കണ്ണിമാങ്ങ അച്ചാർ. ഇതിൽക്ക് അതിൻ്റെ നീര് നിർബന്ധമാണ്. ഇതിലേക്ക് ശരിക്കും ഉപ്പേരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 2 ആൾക്ക് 4 മീനുണ്ട്. ആദ്യം വേണ്ടത് ഈ നീര്, അച്ചാറിൻ്റെ നീരും ഇതും കൂട്ടിയിട്ടുള്ളൊരു പിടിയാണ്. മീന് അപൂർവമാണ് മറ്റേ ഉപ്പ് കുറഞ്ഞ മത്തി കിട്ടൽ. ാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ സൂപ്പ്. കാണാനും പിന്നെ ഒന്നും വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ അതൊന്ന് കുടിച്ചു നോക്കണം. പൂർണ്ണമായി.